പറയാം. കീർത്തി എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ കീർത്തി, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. കീർത്തിക്ക് വിഷമം തോന്നിയോ വേദലക്ഷ്മി പുറത്തു പോയപ്പോൾ? ഇല്ല സർ, വിഷമം തോന്നിയില്ല. കാരണം ഓൺലൈൻ മീഡിയാസ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയാണ് പോകുന്നതെന്ന്. അതാ ഞാൻ അങ്ങനെ ഒരാളെ കാത്തിക്കണം. അത് എങ്ങനെ ഈ ഓൺലൈൻ മീഡിയക്ക് ഇത് കിട്ടുന്നത് കീർത്തി? അതെ സർ, എനിക്ക് തോന്നുന്നു സംഘാടകർ വഴി വല്ലതും ചോരുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിപ്പോൾ ഒരു കാര്യം, അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടക്കുന്നതൊക്കെ ഞാൻ നേരത്തെ കുട്ടി അറിയില്ല. പക്ഷേ അതെനിക്കൊരു മാന്യത, ഒരു എത്തിക്സ് ഇല്ല. ഞാനത് പുറത്തു പറയില്ല എന്നുള്ളൊരു ധൈര്യം, അത് ആ ജനങ്ങൾ അറിയേണ്ട സമയത്ത് ചാനലിൽ വരുമ്പോൾ അറിയട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ എന്ത് വിളിക്കണം കീർത്തി? അതെ സർ, അതിന് വേറെ പേരിട്ട് വിളിക്കണം. പക്ഷെ എത്തിക്സ്, നമ്മളെ പോലുള്ള എത്തിക്സ് ഉള്ളവര് അത് പുറത്ത് പറയത്തില്ല. കാരണം ഇവർക്ക് ഒരുപാട് ഇപ്പൊ നമ്മള് മുക്കിലും മൂലയിലും എല്ലാ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പൊ അതുവഴി നേരത്തെ ഉള്ള കാര്യങ്ങൾ പുറത്ത് വിടുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിന്റെ ഒരു കൗതുകം കുറയുകയും അവരുടെ ചാനലിലുള്ള വ്യൂസ് കൂടുകയും ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് കർശന നടപടി ഉണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ നടപടി ഇല്ലാത്തതാണോ ഇവർക്കൊരു ധൈര്യമാകുന്നത്? ഇത് ചെയ്താലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതെ സർ, സൈബർ ടീം കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് പരാതികളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ സൈബർ ടീം ഒന്നുകൂടെ ആക്റ്റീവായാൽ എല്ലാം ഓക്കെ ആവും തോന്നുന്നു. ഓക്കെ. അപ്പൊ ശ്രീമതി കീർത്തി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ അല്ലെങ്കിൽ വീട്ടിൽ അതോ പഠിക്കുകയാണോ? ഞാൻ ഹൗസ് വൈഫ് ആണ്. സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. സ്കൂളിലാണോ വർക്ക് ചെയ്തത്? അപ്പൊ ഇപ്പൊ എന്താ പോകത്തെന്താ? പ്രൈവറ്റ് സ്കൂളായിരുന്നു സാർ. പിന്നെ എനിക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയാ പോയിട്ട് ഇപ്പൊ പോകുന്നില്ല. അല്ല, പക്ഷെ തയ്യൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ഒരു ഭയങ്കരമായ ഒരു ആർട്ടാണ്. ഒരു മനുഷ്യനെ ഇപ്പൊ തയ്യൽ എന്നല്ലേ എന്നോട് പറഞ്ഞത്? ടീച്ചിങ് ആണ്. ടീച്ചിങ് ആണ്. സ്കൂളിലാണ്. ഓക്കെ. സ്കൂളിൽ അപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള നല്ല അവസരമല്ലേ കുട്ടികളുടെ ഒപ്പം? നമ്മൾ ചെറിയ കുട്ടികളോടൊപ്പം നിൽക്കുമ്പോൾ അതൊരു വലിയൊരു എൻജോയ്മെന്റ് അല്ലേ? അതെ സാർ, ചെറിയ കുട്ടികളല്ല, ഹൈസ്കൂൾ ക്ലാസ്സിലാ, ചെറിയ കുട്ടികളാണ് അവര്. ഈ സ്കൂൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഹൈസ്കൂള്. എൻ്റെ മോനൊക്കെ ഹൈസ്കൂളിലാണ്, 10ാം ക്ലാസ്സിലാണ്. അവരെയൊക്കെ നമ്മൾ കുട്ടികളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം നടക്കുക, പ്രത്യേകിച്ച് 8, 9, 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരാകുമ്പം അത് നമ്മളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ടൈമല്ലേ? അതല്ലേ നല്ലത്? അതെ സാർ, എൻ്റെ മോനും കുഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിനുശേഷം പോകുന്നില്ല. കുട്ടിയെ നോക്കേണ്ട ഒരു പ്രയാസമുണ്ടല്ലേ? പക്ഷേ ഏതായാലും അപ്പൊ മീനാക്ഷി കീർത്തി എന്ത് സബ്ജക്റ്റാ പഠിച്ചത്? ഹിന്ദിയാണ് സർ. ഹിന്ദി. അപ്പൊ ഇതൊരു വലിയൊരു നേട്ടമാണ്, നമ്മുടെ രാഷ്ട്രഭാഷയാണ്. നമുക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല ഇപ്പോ. ആര് പറഞ്ഞു? ഞാൻ ഈ ഹിന്ദി അറിയാവുന്നതിൻ്റെ വലിയ നേട്ടമാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ എവിടെ ചെന്നാലും ഹിന്ദി അറിയാത്ത ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. പല ആളുകൾക്കും പക്ഷേ ഹിന്ദി അറിയാത്തവർ കുടുങ്ങിപ്പോകും. നമ്മള് ഈ ഇപ്പൊ ഹൈസ്കൂളല്ല, UP സെക്ഷൻ മുതൽ മാത്രമേ ഹിന്ദി എടുക്കുന്നുള്ളൂ. ഇപ്പൊ LP തൊട്ട് എടുത്ത ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ ലൈഫ് ഓക്കെ ആവും തോന്നുന്നു, രക്ഷപ്പെടുമെന്ന് തോന്നുന്നു നമ്മളെ PSC വഴിക്ക്. അതെ. ഏതായാലും നമുക്ക് ധാരാളം ഹിന്ദി ടീച്ചർമാരുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഭാഷ ഒരു വലിയൊരു ആയുധം പോലെയാണ് കേട്ടോ. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം News 18 പല ഭാഷകളുണ്ട് ചാനലിൽ. ഇപ്പോൾ News 18 അഹോം നോർത്ത് ഈസ്റ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, പിന്നെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഉണ്ട്, മധ്യപ്രദേശ്, ബീഹാർ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവം നമുക്ക് ഉത്തർപ്രദേശിലെ ചാനലിൽ ഹിന്ദി അറിയാമെങ്കിൽ ഇവിടുന്ന് സുഖമായി റിപ്പോർട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് വലിയ ആയുധമാണ്. സാംസ്കാരിക ഐക്യം കൊണ്ടുവരാനും ഭാഷയ്ക്ക് സാധിക്കും. അതെ. യെസ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. അപ്പോൾ കീർത്തി ഒരു ഹിന്ദി അധ്യാപികയാണെന്ന് മനസ്സിലാക്കിയത് സന്തോഷം. ഓക്കെ. അപ്പോൾ ശ്രീമതി മീനാക്ഷി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം സാർ. നമസ്കാരം. മീനാക്ഷി എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്, ടീച്ചറായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. എന്താണ് ഈ ടീച്ചർമാരൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ നോക്കി വീട്ടിലിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നല്ലേ? അതെ. അപ്പോൾ കുറച്ച് കുഞ്ഞു വലുതായാൽ നമുക്ക് കുറച്ച് ഭർത്താവിനോട് കുറച്ച് നോക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകാം അല്ലേ? പോകുന്നുണ്ട്, എക്സാം ഒക്കെ എഴുതുന്നുണ്ട്, PSC ഒക്കെ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രേക്ഷക പറഞ്ഞു, നമ്മൾ നിരന്തരം ഇപ്പോൾ കല്യാണം കഴിയാം, കുട്ടികളുണ്ടാകാം, പക്ഷേ നമ്മുടെ ഒരു സ്വപ്നവും ഗോളും ജോലിയും പ്രൊഫഷനും ഒക്കെ നമ്മൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കണം എന്നൊരു പ്രേക്ഷക എന്നോട് ഒരു ദിവസം പറഞ്ഞു. ഞാൻ ഇപ്പോൾ അത് ഓർക്കുകയാണ്. അപ്പോൾ എന്താ സബ്ജക്റ്റ് എന്താ? ഞാൻ BA പൊളിറ്റിക്സ് ആയിരുന്നു, പിന്നെ B.Ed-നൊക്കെ പോയി. LP പോകണ്ടായിരുന്നു, TTC കഴിഞ്ഞുകൊണ്ട് LP എടുക്കാൻ പറ്റുമായിരുന്നു. പൊളിറ്റിക്സ് ആണ് പ്രധാന വിഷയം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ
ഈ ബിഗ് ബോസിൽ കാണുമ്പോൾ മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് ലക്ഷ്മി ആയിരുന്നു ഇഷ്ടം. ലക്ഷ്മി പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. വലിയ സങ്കടം അല്ലേ? അത് നേരത്തെ കൂട്ടി അറിഞ്ഞത് കൊണ്ട് ഷോയൊക്കെ കാണാതിരിക്കുമ്പോഴേ എനിക്ക് സങ്കടമായിരുന്നു. നേരത്തെ എങ്ങനെ അറിഞ്ഞു? അത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൺഡേ ഷോയ്ക്ക് മുന്നേ വരുന്നുണ്ടായിരുന്നു. അപ്പൊ മോഹൻലാൽ പറയുന്നത് ശരിയാണ്. ഇത് ആരോ ചോർത്തി പുറത്ത് കൊടുക്കുന്നുണ്ട്, ഇത് എല്ലാവരും അറിയുന്നുണ്ട്. പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരും അറിയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഷോ തന്നെ കാണാം, കാരണം നമുക്ക് അറിയാം എന്നയാൾ പോകുന്നു, നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഒരു ആസ്വാദനം സാധ്യമല്ല. കാണും, പക്ഷെ ഇത് ഇന്നയാൾ നേരത്തെ പോകുമെന്ന് കഥയുടെ അവസാനം ക്ലൈമാക്സ് അറിയാം. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതില്ല അല്ലേ? എനിക്ക് തോന്നുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണ്. കാരണം ഇവരുടെ ഷോയിലുള്ളവർ തന്നെയായിരിക്കും ഇതൊക്കെ പുറത്തേക്ക് വിടുന്നതെന്ന്. ഷോയിലുള്ളവരുടെ തെറ്റുണ്ട്. ഇനിയിപ്പോൾ ഷോയിലുള്ളവർ പറഞ്ഞ ഉടനെ അതെടുത്ത് നമ്മുടെ ചാനലിൽ കൊടുക്കുക എന്നുള്ളത് അതിനേക്കാൾ തെറ്റായ ഒരു കാര്യമാണ്. അവർക്ക് അതിലെന്തോ കമ്മീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷെ അതിന് കർശന നടപടി ആവശ്യമാണെന്ന് തോന്നുന്നു എനിക്കല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഇത് ആസ്വദിച്ചിരുന്ന് കാണുമ്പോൾ നമുക്കതൊരു ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഏതായാലും വ്യക്തമാണ്. അപ്പം മീനാക്ഷി ഒരു അധികം വൈകാതെ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ സാറിന് രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. സാറിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ശരി, ഒരിക്കലും സാർ പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ ഞാൻ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ അത് സാധ്യമാവും കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അതെ. സാർ സുഖമായിരിക്കുന്നുണ്ടോ? ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷം. പക്ഷെ എനിക്കും മീനാക്ഷിയെ പോലെ ഇന്നലെ ഈ ലക്ഷ്മി ഔട്ടായപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം തോന്നി. ലക്ഷ്മിയുടെ നിലപാടുകളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. ഒരു സ്ട്രോങ് ലേഡി ആയിരുന്നു അവര്. നിലപാട് പല കാര്യങ്ങളും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ ആദില നൂറ വിഷയമൊക്കെ അവരൊക്കെ അതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. ഈ അതിന്റെ പേരിലാണോന്ന് എനിക്കറിയില്ല. ശരി. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പൊ റിയാസ് എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. റിയാസ്, നമസ്കാരം സാറേ. ശ്രീ റിയാസിന് അക്ബറിനെയാണോ ഇഷ്ടം, ലക്ഷ്മിയാണോ ഇഷ്ടം? സാറേ, ഞാനിപ്പോ ബിഗ് ബോസ് തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ്. ബിഗ് ബോസിന്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ. ആരെ? ബിഗ് ബോസിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അതുകൊണ്ട് ചോദിച്ചു, റിയാസിനെയാണോ ഇഷ്ടം, അല്ല അക്ബറിനെയാണോ ഇഷ്ടം, ലക്ഷ്മിയാണോ ഇഷ്ടം? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഗെയിമില് അനീഷ്, ലക്ഷ്മി, അക്ബർ, അനു, ആദില, നൂറ എല്ലാവരെയും ഇഷ്ടപ്പെട്ട വിശാല മനസ്കരാണല്ലോ റിയാസ്. ആലപ്പുഴക്കാർ വിശാല മനസ്കരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു മത്സരമാകുമ്പോൾ നമ്മൾ ഒരാളെ പറയാവൂ. ഇല്ല, സോറി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സാറേ. ഇവരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഔട്ടാവണമെന്ന് തന്നെയാണ് ഞാൻ എന്റെ പേഴ്സൺ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ലക്ഷ്മി ഔട്ടാവണമെന്നാണ്. കാരണം ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസ് അല്ല, ഇപ്പൊ ലക്ഷ്മി ഇച്ചിരി കൂടെ ഒക്കെ ബെറ്റർ ആയിരുന്നു. ഏത് ഇപ്പൊ ഔട്ടാവുന്നതിനൊക്കെ തൊട്ട് മുന്നേ അത്യാവശ്യം നല്ലപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഗെയിമിലൊക്കെ ഒരു ആളൊരു മാറ്റങ്ങളൊക്കെ വരുത്തി നന്നായിട്ട് ആള് ഒരു മേക്കപ്പ് ഒക്കെ ആയി അടിപൊളിയായി. അതായത് പുള്ളിയുടെ ഒരു ഇതൊക്കെ തിരിച്ചുവരവായിരുന്നു പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്.